നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൽ 86 കോടി 71 ലക്ഷം രൂപയുടെ ബജറ്റ് അവതരിപ്പിച്ചു. ആരോഗ്യം, ഭവന നിർമ്മാണം, ഗതാഗതം, ടൂറിസം, ശുചിത്വം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ശ്രീദേവി എസ് ലാൽ അവതരിപ്പിച്ചത്. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ ഭരണസമിതിയുടെ അവസാന ബജറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീദേവി എസ് ലാൽ അവതരിപ്പിച്ചു. പ്രാദേശിക വികസനവും സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുക എന്ന സർക്കാർ നിർദ്ദേശം പ്രാവർത്തികമാക്കിയും ആരോഗ്യം, ഭവന നിർമ്മാണം, വനിതാ ശിശുക്ഷേമം, വൃദ്ധർ, ഭിന്നശേഷിക്കാർ മുതലായ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ക്ഷേമം, SC/ST ക്ഷേമം, ഗതാഗത സൗകര്യ വികസനം, ടൂറിസം, ശുചിത്വം എന്നീ മേഖലകൾക്ക് മുന്തിയ പരിഗണന നൽകുന്നതുമായ വികസന കാഴ്ചപ്പാട് കൂടിയാണ് 2025-26 വർഷം പദ്ധതികൾ ആവിഷ്കരിച്ചു നടപ്പാക്കുന്നത്. ബജറ്റിൽ 86 കോടി 71 ലക്ഷം രൂപ വരവും 85 കോടി 87 ലക്ഷം രൂപ ചെലവും 84 ലക്ഷം രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നു. പാർപ്പിടം, മാലിന്യനിർമ്മാർജ്ജനം, ആരോഗ്യം, ടൂറിസം, ഗതാഗതം, വനിതാ ശിശുക്ഷേമം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ക്ഷേമം തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. 2000-ഓളം ഭവനരഹിതരെ കണ്ടെത്തിയിട്ടുള്ളതിൽ എല്ലാവർക്കും അടുത്ത വർഷത്തോടെ വീട് നിർമ്മിച്ചു നൽകുന്നതിന് ബജറ്റ് ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഇതിനായി 1 കോടി 12 ലക്ഷം രൂപ നീക്കിവെച്ചു. പൊതുസ്ഥലങ്ങളിൽ ശുദ്ധജലം ലഭ്യമാക്കുന്ന വാട്ടർ ATMകൾ, പകർച്ചവ്യാധികൾ കണ്ടെത്തുന്നതിനായി ആധുനിക ലാബുകൾ എന്നിവയ്ക്കും ബജറ്റിൽ തുക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂനപക്ഷ ക്ഷേമം മുൻനിർത്തി 1.5 കോടി രൂപ മുതൽ മുടക്കി നെടുങ്കണ്ടം കേന്ദ്രമായി സദ്ഭാവന മണ്ഡപം, രാജാക്കാട് CHCയിൽ 95 ലക്ഷം രൂപയുടെ വനിതാ വാർഡ്, ചതുരംഗപ്പാറ വ്യൂ പോയിന്റിൽ ടൂറിസം ഡെസ്റ്റിനേഷൻ സെന്റർ, താലൂക്ക് ആശുപത്രിയോട് ചേർന്ന് മെഡിക്കൽ സ്റ്റോർ, ലാബുകൾ, കൂട്ടിരിപ്പുകാർക്ക് താമസ സൗകര്യം, 1 രൂപ കോയിനിട്ട് ശുദ്ധജലം ലഭ്യമാക്കുന്ന വാട്ടർ ATM, ഷീ ലോഡ്ജ് പദ്ധതി തുടങ്ങിയവയാണ് ബജറ്റിലെ പ്രധാന പദ്ധതികൾ. ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ബജറ്റ് അവതരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, സെക്രട്ടറി S പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, നെടുങ്കണ്ടം.